നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ആരാധനയ്ക്ക് യോഗ്യനായ സ്വർഗ്ഗപിതാവേ, പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയോടങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു അവസരം കൂടെ നൽകി തന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലവും കണ്ട കൃഷ്ണൻ പോലെ അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചവൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ജീവിച്ചവനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും കൃതമല്ലോ. കർത്താവേ, ആരാധനത്തെ കടന്നു വരണമേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ പങ്കാളികൾ അതിനെല്ലാം നിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണമേ. ആത്മാവായിരിക്കുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾ പകരണമേ. ശുശ്രൂഷ ആദ്യ അവസാനം വരെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നയിക്കുകയും മഹത്വം അങ്ങെടുക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ മഹത്വത്തിനാൽ സ്തുതിക്കുമായി ഗീതം 357 പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിനും
കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾ കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഗ്രഹം ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനം സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. വിശുദ്ധമായ സമയം ദൈവകാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിനും ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവിടുന്ന് കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുമെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങൾ നാം ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിനും ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സകലവും കാണിപ്പാൻ കഴിയാത്തവനല്ല. പാവം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ആയുസ് വന്ന ദൈവത്തിന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൈവാത്മാവിനെ ദൈവകരങ്ങളിൽ പഴമേൽപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് നമ്മുടെ ഭാവങ്ങളെ ദൈവം നമുക്ക് ഏറ്റു പറയാം. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവർത്തനം കൊണ്ടും അറിഞ്ഞും അറിയാതെ വന്നുപോയ സകല വീഴ്ചകളെയും സകലപരമായ കുറവുകളെയും നമുക്ക് ഓർക്കാം. ദൈവം നാമത്തിലുള്ള ബന്ധത്തിലും വ്യക്തിപരമായ ബന്ധത്തിലൊക്കെയും നമ്മുടെ വീഴ്ചകളെ മനഃപൂർവ്വമായി ഓർത്ത് ദിനങ്ങളുടെ ഹൃദയത്തോട് നമുക്ക് ദൈവത്തോട് നമ്മുടെ ഭാവങ്ങളെ ഏറ്റു പറയാം. ഒന്നാമത്തെ ഭാവസ്വീകാര പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചെന്നിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളിൽ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളിൽ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കനിവുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുഭവിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. കന്യകർത്താവും
പാപങ്ങളുടെ മോചനം മാപ്പും ജീവിതം ക്രമോക്തനായ അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ രക്ഷകനെ നാം സന്തോഷത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ ദേവന്മാർക്ക് മീതെ മെൻസ് ഫെലോഷിപ്പ് ഞായറായി ആചരിക്കുന്ന ഇന്ന് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 12 മുതൽ 30 വരെ എഴുതിയിരിക്കുന്ന തിരുവചനങ്ങളെ കേൾപ്പിൻ. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 12 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ. ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നെബൂഖദ്നേസർ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവർ ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ? ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളയിലിട്ട് കളയും. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാർ? ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസർ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം മുഴുത്തു. ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും നേരെ മുഖഭാവം മാറി ചൂള പതിവായി
ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിലിട്ട് കളയാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിലിട്ട് കളഞ്ഞു. രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ശദ്രക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചുളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട് നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിനവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചുളയുടെ വാതിൽക്കൽ അടുത്തിരുന്ന് അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവെ പുറത്തു വരുവീനെന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും ഒന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ചു വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവുമില്ലായതുകൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണമായി ശകലിക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു. പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. ഇവിടെ നിശ്ചയിക്കപ്പെട്ട വേദഭാഗം വായിച്ചിരിക്കുന്നു. സങ്കീർത്തനം 15 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതി വാക്യമായി വായിക്കാം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കരെ നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. നാവുകൊണ്ട് കുരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. നമുക്കൊരുമിച്ച് വായിക്കാം. തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. രണ്ടാം പാഠം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ 24 മുതൽ 28 വരെ എഴുതിയിരിക്കുന്ന തിരുവചനങ്ങളെ ശ്രദ്ധയോടെ കേൾപ്പിൻ. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ. അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യമുള്ള
അപ്പല്ലോസ് എന്നു പേരുള്ള ഒരു യഹൂദൻ എഫേസോസിൽ എത്തി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവൻ ആയിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നുവെങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്കിൽവാസും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അവൻ അഖായിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ചു. ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന 2ാം പാഠഭാഗം വായിച്ചു കഴിഞ്ഞു. സ്തുതിക്കുന്നു കർത്താവിനെ ഞങ്ങൾ അനുസരിച്ചുകൊള്ളുന്നു. നിത്യപിതാവായ നിന്നെല്ലാം ആദരിക്കുന്നു. സകലന്മാരും പരമണ്ഡലങ്ങളുമായ സകല അധികാരങ്ങളും നിന്നെ നോക്കിയാക്കുന്നു. സൈന്യമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവമത്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് കിരമുകളും സരാഫുകളും നിന്നോക്കിടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവാസമോഹം നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ ഉത്തമസംഘം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠസൈന്യം നിന്നെ സ്തുതിക്കുന്നു. അളവില്ലാത്ത മഹത്വമുള്ള പിതാവായ നിന്നെയും നിന്റെ വന്ദിതനായ സത്യപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധ ആത്മാവിനെയും ലോകമെല്ലാമുള്ള വിശുദ്ധ സഭ അനുസരിച്ചുകൊള്ളുന്നു. രാജാവാകുന്നു നീ പിതാവിന്റെ നിത്യപുത്രനാകുന്നു. വർഷലക്ഷങ്ങളെ ആരാധിച്ചപ്പോൾ കന്യകകളുടെ വേറുതില്ല. നിയമത്തിന് മൂർച്ച് ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസങ്ങളും രാജ്യത്തെ തുറന്നു. നീതിമത്തിന്റെ പുറത്ത് ആകത്തു പിതാവിനോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധി
വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള ദൈവത്തിൻ്റെ വചനം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള ദൈവത്തിൻ്റെ വചനം കേൾപ്പിൻ. അനന്തരം കർത്താവും വേറെ 70 പേരെ നിയമിച്ച് താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ അതിനു മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിനും അപേക്ഷിപ്പിൻ. പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുമരുത്. ഏതു വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനമെന്ന് ആദ്യം പറവിൻ. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങി വരും. അവൻ തരുന്നത് തിന്നും കുടിച്ചുകൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പിൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ച് വന്നിരിക്കുന്നു എന്ന് അവരോട് പറവിൻ. ഏത് പട്ടണത്തെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ തെരുക്കളിൽ പോയി, നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടി ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞ് പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറവിൻ. ആ പട്ടണത്തെക്കാൾ സോദോമ്യർക്കും ആ നാളിൽ സൈഖാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
കോരസീനെ, നിനക്കയ്യോ കഷ്ടം. ബെത്സായിദേ, നിനക്കയ്യോ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാക്കും. നീയോ കപ്രദഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളത്തോളം താണുപോകും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. ആ 70 പേരും സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവർ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്നും വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്ന അല്ല. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന അത്രേ. സന്തോഷിക്കുന്നു. നാം കേട്ടത് സുവിശേഷം ആകുന്നു. കീർത്തനം 265.
പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഇന്നും ഒരു പ്രാവശ്യം ദൈവത്തിൽ കടന്നു വന്ന് ആരാധിപ്പാനും സ്തുതിപ്പാനും നിന്റെ തിരുവചനം വായിപ്പാനും വായിച്ചു കേൾപ്പാനും കർത്താവേ തിരുവചനം ധ്യാനിപ്പാനും ഞങ്ങൾ ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ വചനം കേട്ട് ഞങ്ങളെ ചതിക്കുന്നവരായിട്ടല്ല, ഞങ്ങളുടെ വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയെ ഞങ്ങൾ പകരണമേ. വചനം സംസാരിക്കുന്ന അടിയനെയും കേൾക്കുന്ന ഞങ്ങളെയും ഒന്നുപോലെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. സർവശക്തനുമായ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് COVID-19 കാരണം ചൊല്ലി കുറച്ചു പേർക്ക് മാത്രമാണ് ഇന്നും ആ ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന പ്രിയ മക്കളെ എല്ലാവരെയും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ മാധ്യമങ്ങൾ കൂടെയും ഭവനങ്ങളിൽ നിന്ന് കേൾക്കുകയും ശുശ്രൂഷയിൽ പങ്കാളികളും ചെയ്യുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവജനത്തിന്റെ സാക്ഷ്യം എന്നുള്ള വിഷയമാണ് ഇന്ന് നാം പങ്കുവയ്ക്കുന്നത്. വിറ്റ്നസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവജനത്തിന്റെ സാക്ഷി. ഈ ലോകത്തിൽ ദൈവം നമ്മെ സാക്ഷികളായി അയച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും മുമ്പായി തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവരോട് പറഞ്ഞ വാക്യം, നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളോടും സുവിശേഷം അറിയിപ്പിൻ. നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളോടും സുവിശേഷം അറിയിപ്പിൻ. അതുപോലെ കർത്താവോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കാത്തിരിപ്പിൻ. ആത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യൂദയായാലും സമാരിയായാലും അതുപോലെ യെരുശലേമിലും ലോകത്തിന്റെ അവസാനത്തോളം എൻ്റെ സാക്ഷികളായിരിക്കും. യെരുശലേമിലും സമാരിയയിലും യൂദയിലും ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞു. ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. ദൈവജനമാണ് ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ പങ്കാളികൾ എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. ഏതെല്ലാം രീതിയിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ ദൈവജനത്തിന്റെ ജനങ്ങൾ ദൈവത്തിന് പങ്കാളികളായി തീരാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ തിരുവചന ഭാഗങ്ങളിൽ നാം വായിച്ചു കേട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. ഒന്നാമത്തെ നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ സാക്ഷി. നാം എന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നോ, താൻ സ്നാനപ്പെട്ട് സഭയിൽ ചേർക്കപ്പെടുന്നോ, അന്നു മുതൽ സമൂഹം നമ്മെ വിളിക്കുന്നത് വിശ്വാസികൾ എന്നാണ്, ബിലീവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. നാം ദൈവജനമായി തീരുന്നു. സ്നാനത്തിലൂടെ നാം സഭയുടെ അംഗമായി തീരുന്നു, ദൈവത്തിന്റെ മക്കളായി തീരുന്നു, ദൈവത്തിന്റെ സ്വന്തം ജനമായി തീരുന്നു. അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം ജനമായി തീർന്ന മക്കൾ, വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുന്നവർ ഒന്നാമത് സാക്ഷ്യം പകരേണ്ടത് വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ്. നമുക്കറിയാം, ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം ഇന്ന് നാം വായിച്ചു കേട്ടല്ലോ. 12 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു കേൾക്കുകയാണ്. അവിടുത്തെ സംഭവം നമുക്കറിയാം. ശദ്രക്ക്, മേശക്ക്, ആബേദ്നേഗോ എന്ന് പറയുന്ന യുവാക്കൾ ആ പ്രദേശത്തിലെ ബാബിലോൺ രാജ്യത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ അവരിരുന്നു. അവര് ദൈവം യഹൂദന്മാരെങ്കിലും ദൈവം അവരെ തിരഞ്ഞെടുത്തു. അവരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ അവിടെ വച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ഒരു പരീക്ഷ ഉണ്ടാകുന്നത്, വിശ്വാസത്തിന്റെ പരീക്ഷ എന്ന് പറയാം. ആ രാജാവും 60 മുഴം ഉയരവും 6 മുഴം വണ്ണവുമുള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കി വയ്ക്കുകയാണ്. വെച്ചതിന് ശേഷം രാജ്യത്തിലെ ജനങ്ങളോട് അറിയിക്കുകയാണ്, പരസ്യപ്പെടുത്തുകയാണ്, നിങ്ങൾ വാദ്യങ്ങൾ മുഴങ്ങുമ്പോൾ എല്ലാവരും സാഷ്ടാംഗമായി വീണ് കിടന്ന് ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ നമസ്കരിക്കണം എന്നുള്ളതാണ്. ആ കൽപ്പന പുറപ്പെട്ടു. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിവരുത്തി വാദ്യങ്ങൾ മുഴങ്ങി, നാഗസ്വരത്തിന്റെ ശബ്ദം കേട്ടു. അങ്ങനെ ജനങ്ങളെല്ലാവരും വീണ് ആ വിഗ്രഹത്തെ നമസ്കരിച്ചു. രാജാവും അതിനെ നമസ്കരിച്ചു. എന്നാൽ അവരിൽ ദൈവവിശ്വാസികളായ 3 യുവാക്കൾ, ശദ്രക്ക്, മേശക്ക്, ആബേദ്നേഗോ 3 യുവാക്കൾ അതിനെ നമസ്കരിച്ചില്ല.
അവർ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണ്. അവർ അതിനു മുമ്പിൽ മുട്ടുകുത്തിയില്ല, നമസ്കരിച്ചില്ല. ഇതിനെ അവിടുത്തെ ആളുകൾ വന്ന് കണ്ടുപിടിച്ചതിന് ശേഷം രാജാവിനോട് പരാതി പറഞ്ഞു. രാജാവ് അവരെ വിളിച്ചു, അവരെ വരുത്തി അവരോട് പറയുകയാണ്, ഇനി ഒരു അവസരം കൂടെ നിങ്ങൾക്ക് തരാം. നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇത് സംഭവിക്കുമ്പോൾ, ഇവിടെ വാദ്യങ്ങൾ മുടങ്ങുമ്പോൾ, നാദസ്വരം മുഴങ്ങുമ്പോൾ, ഈ ശബ്ദം കേൾക്കുമ്പോൾ വീണ് ഞാൻ നിർത്തിയിരിക്കുന്ന ശിലയെ നിങ്ങൾ നമസ്കരിക്കണം എന്നാണ് അവർ പറഞ്ഞത്. ആ സ്വർണ്ണ ബിംബത്തെ നിങ്ങൾ നമസ്കരിക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ അവർ പറഞ്ഞ വാക്കുകൾ ഇതാണ്. രാജാവിനോട് പറഞ്ഞത്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയും ഇല്ല എന്നറിഞ്ഞുകൊള്ളിൻ എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ ആരാധിക്കില്ല. കാരണം നിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുവാൻ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ശക്തനാണ്. അതായത് വിശ്വാസത്തിന്റെ പരീക്ഷയിൽ അവൻ ഞങ്ങളെ വിടുവിക്കാതെ പോയാലും ഞങ്ങൾ അറിഞ്ഞിരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതുപോലെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ ജീവിക്കും. ഇന്ന് ഈ ഉയർന്ന സ്ഥാനത്തിൽ വരാൻ കാരണം ദൈവ കൽപ്പന അനുസരിച്ചത് കൊണ്ടാണ്. ഇനിയും ഞങ്ങൾ അത് അനുസരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് യാതൊരു ബിംബത്തെയും ഞങ്ങൾ ആരാധിക്കില്ല, ഏത് സ്വർണത്തായാലും ശരി, ഏത് പൊങ്ങിയതായാലും ഉയർന്ന ആരാധിക്കില്ല എന്ന് അവനോട് തീർത്ത് പറഞ്ഞു. നിങ്ങളുടെ രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയും ഇല്ല എന്നറിഞ്ഞാലും എന്ന് പറഞ്ഞു. എന്നാൽ ഇത് കേട്ടപ്പോൾ രാജാവിന് കോപം മുഴുത്തു. രാജാവിന്റെ മുഖം മാറി 7 മടങ്ങ് ചൂടാക്കുവാനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ ആരാധിക്കാത്തവരെ, അതിനെ വണങ്ങാത്തവരെ തീച്ചൂടയിട്ട് ദഹിപ്പിച്ചു കളയണമെന്നാണ് രാജാവിന്റെ കൽപ്പന. അതുകൊണ്ട് രാജാവിന് കോപം മുഴുത്ത് അവന്റെ മുഖം മാറി 7 മടങ്ങ് ചൂടാക്കുവാനായിട്ട് അവൻ കൽപ്പിച്ചു. പ്രിയമുള്ളവരെ, അവന്റെ മുഖം ചുമന്നു, മുഖമാകെ മാറി. ആ ദേശാകോപത്തിൽ പറയുകയാണ് 7 മടങ്ങ് ചൂടാക്കുവാൻ. അങ്ങനെ 3 പേരെ ബന്ധിച്ച് ആ തീയിൽ കൊണ്ട് എറിയുന്നതായിട്ട് നമുക്കറിയാം. അവരുടെ കാൽച്ചട്ടയോടുകൂടെ അവിടെ വസ്ത്രങ്ങളോടുകൂടെ കെട്ടി കൊണ്ടുപോയി. എന്നാൽ അവരെ എറിയുവാനായി പോയ ആളുകള് കരുകി ആ സ്ഥലത്ത് തന്നെ തങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തി ചത്തുപോയി എന്ന് നമുക്കറിയാം. എന്നാൽ അവര് 4 പേര് നോക്കി, രാജാവും ജനങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഇതാ അവിടെ നിന്ന് പുക വരുന്നത് കാണുവാൻ, അവരുടെ എരിഞ്ഞ അസ്ഥികളുടെ മാംസത്തിന്റെ മണം കേൾക്കുവാൻ അവർ നോക്കി നിൽക്കുകയാണ്. എന്നാൽ രാജാവ് അടുത്തു വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു കാര്യം സംഭവിക്കുന്നില്ല. എന്നാൽ രാജാവ് ഉറ്റുനോക്കിയപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം പറയുകയാണ്, അത് എല്ലാവരെയും കൂട്ടിവരുത്തി പറയുകയാണ്, നോക്കുവിൻ, 3 പേരെ തീയിലിട്ടു, 4 പേർ തീയിൽ, 4 പേരും കെട്ടഴിഞ്ഞു ഉലകുന്നു. 4ാമത്തെ ആളിന്റെ രൂപം ഒരു ദൈവദൂതനോട് ഒത്തിരിക്കുന്നു. രാജാവ് നോക്കിയപ്പോൾ പറയുകയാണ്, നാം 3 പേരെ അല്ലയോ തീയിലിട്ടത്, ഇതാ 4 പേര് കെട്ടുകൾ അഴിഞ്ഞു അവിടെ ഉലവിക്കൊണ്ടിരിക്കുന്നു, ഉലാവുന്നുവല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുവല്ലോ, സംസാരിക്കുന്നുവല്ലോ നിങ്ങൾ. എന്നാൽ 4ാമത്തെ ആള് ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാരുടെ ദേഹത്ത് തീ പിടിക്കാതെയും അവിടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് അവൻ കണ്ട്. അവരുടെ വസ്ത്രത്തിന് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, അവർക്ക് തീ കരിയില്ല, മുടി പോലും കരിയിട്ടില്ല. നമുക്കറിയാം, പെട്ടെന്ന് ഒരു തീ നമ്മുടെ കയ്യിലോ രോമത്തിൽ പെട്ടാൽ അതിന്റെ മണം അപ്പോഴേ നമുക്കറിയാം. എന്നാൽ ഇവിടെ 7 മടങ്ങ് ചൂടാക്കിയ തീകുണ്ടത്തിൽ വീണിട്ട് പോലും അവിടെ ഒരു മണവും ഉണ്ടായില്ല, ഒരു കാര്യം സംഭവിച്ചില്ല. അവർ കെട്ടുകൾ ഒരു സംഭവം തന്നെ, അവരുടെ ബന്ധനങ്ങൾ മാത്രമേ അഴിഞ്ഞുള്ളൂ. അവരുടെ രാജാവ് അവരെല്ലാരും വിളിച്ചു പറയുന്നു, അവർ തീരുമാനം പറയുകയാണ്, ഞാൻ പറയുന്നത് സത്യമാണ്, ഈ വിധത്തിൽ വിടുവിക്കാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ല. അവരോട് പറഞ്ഞു, ആ പ്രധാനികളോട് പറഞ്ഞു, അന്ന് ബിംബത്തെ ആരാധിച്ച ജനങ്ങളോട് പറഞ്ഞത്, ദൈവമാണ് ദൈവം, ഈ ദൈവത്തെ പോലെ വിടുവിക്കുവാനും രക്ഷിക്കുവാനും കഴിവുള്ള ദൈവം വേറെ ദൈവമില്ല. ഇനി എന്റെ രാജ്യത്തിൽ നിങ്ങൾ എല്ലാവരും
ആ ദൈവത്തോടുകൂടെ വേണം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെ എന്താ സംഭവിച്ചത്? വിശ്വാസത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ച സത്രത്തിനും മേശദാബേദിനും ആ രാജ്യത്തിൽ പിന്നെ രാജാവ് ശദ്രക് മേശക് അബേദ്നെഗോവിനും ദാനമാനങ്ങൾ നൽകി അവരെ ഉയർത്തി എന്നറിയാം. എന്നാൽ ഇന്ന് നാം ജീവിച്ചിരിക്കുന്ന കാലങ്ങളിൽ നമുക്കൊരു നല്ല വേദപുസ്തകങ്ങളെ കിട്ടുവാൻ, നല്ല സാക്ഷ്യം ലഭിക്കുവാൻ എത്രയോ വിശ്വാസികൾ വിശ്വാസത്തിന് വേണ്ടി ആദ്യ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ, വിശ്വാസ ദേവാലയ പോലെ സഭയിലെ ഡിയോക്കന്മാർ എത്ര പേർ ജീവനെ വിട്ടു. എന്നാലും അവർ തന്റെ വാളിന് ഭയപ്പെട്ടില്ല, തീക്ക് ഭയപ്പെട്ടില്ല. അവർ ഭയപ്പെട്ടത് തങ്ങളെ വീണ്ടെടുത്തവനായ ദൈവത്തെ ഭയപ്പെട്ടു. അവർ വിശ്വാസത്തോട് നിലതുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും അവർ വിശ്വാസം തള്ളി പറഞ്ഞില്ല. രണ്ടാമത് നാം കാണുന്നത് സുവിശേഷത്തിന്റെ സാക്ഷികളാണ്. ഒന്ന്, വിശ്വാസത്തിന്റെ സാക്ഷികളാണ് ദൈവജനം. രണ്ട്, സുവിശേഷത്തിന്റെ സാക്ഷികളാണ്. ആ സ്മൃതി പറഞ്ഞിരിക്കുന്നത് 7 പേര് ലൂക്കോസ് 10-ാം അധ്യായം 1 മുതൽ 20 വാക്യങ്ങളിൽ പറഞ്ഞു. 70 പേരെ കർത്താവ് തിരഞ്ഞെടുത്തു. താൻ പോകുന്ന ഗ്രാമങ്ങൾക്ക് മുമ്പേ അവരെ 2 പേരായിട്ട് കർത്താവ് അയച്ചു. അവർ മുമ്പേ പോയി അവർക്കൊരു ശുശ്രൂഷ കൊടുത്തു. നിങ്ങൾ പുറപ്പെട്ടു പോയി ഗ്രാമങ്ങളിൽ കടന്നു ചെല്ലണം. കടന്നു ചെല്ലുമ്പോൾ അവർ വസ്ത്രം, വേറെ ഒരു വസ്ത്രം എടുക്കണ്ട, ചെരുപ്പ് നിങ്ങൾ മാറ്റേണ്ട, നിങ്ങൾ കൈക്ക് വടിയെടുക്കണ്ട, ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത് ദൈവം അവരെ അയക്കുകയാണ്. അവർ പോയപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഗ്രാമത്തിൽ പോയാൽ, ഒരു സ്ഥലത്ത് പോയാൽ, അവിടെ ഉള്ളവർ നിങ്ങളെ സ്വീകരിച്ചാൽ ആ ഭവനത്തിലെ നിങ്ങൾ താമസിക്കണം. അവർ തരുന്നത് വാങ്ങിച്ച് തിന്നണം. എന്നാൽ അവരുടെ ഭവനത്തിൽ നീ കടന്നു ചെല്ലുമ്പോൾ ഒരു വാക്ക് പറയണം, നിങ്ങൾക്ക് സമാധാനം. അവിടെ നിന്ന് കടക്കുമ്പോൾ അവരോട് പറയണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് അവരോട് കൂടെ പറയണം. അതായത് ദൈവപുത്രൻ ഇതാ ഞങ്ങളുടെ പുറകിൽ വരാൻ പോകുന്നു, അവരിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് അവരെ പറയണം. അവർ വിശ്വസിക്കണം, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് അവരോട് കൂടെ പറയണം എന്ന് പറഞ്ഞു. ഏതെങ്കിലും പട്ടണത്തിൽ പോയാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരോട് പറയണം, നിങ്ങൾക്ക് സമാധാനം. എന്നാൽ അവർ നിങ്ങളെ കൈക്കൊണ്ടില്ലെങ്കിൽ നിങ്ങളുടെ സമാധാനം, അത് സമാധാനത്തിന്റെ ആ പുത്രൻ നിങ്ങളോട് കൂടെ വരികയും ആ പട്ടണത്തിൽ സമാധാനം ഉണ്ടാകുകയില്ല. എന്നാൽ അവിടെ നിന്ന് കടക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ കാലിൽ കിടക്കുന്ന പൊടി പട്ടണക്കാരോട് പറയണം, ഈ പട്ടണത്തിൽ നിന്ന് ഒരു പൊടി പോലും ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങൾ കൊണ്ടുപോകുന്നു, ഇതാ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ അവരോട് കൂടെ പറയണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു, നിങ്ങളും മാനസാന്തരപ്പെടണം, സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് ആ സത്യം അവരോട് കൂടെ പറയണം. അവരോട് പറയണം, നിങ്ങൾ വിശ്വസിച്ചാൽ അയ്യോ നിങ്ങൾക്ക് കഷ്ടം, സോദോമിനും കുമാരനും വന്നതിനേക്കാളും വലിയ കഷ്ടപ്പാട് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ള കാര്യം അവരെ വെളിപ്പെടുത്തി അറിയിക്കണമെന്ന് പറഞ്ഞു. വീണ്ടും അവർ പറഞ്ഞു, ഏതെങ്കിലും ഭവനത്തിൽ ശ്രമത്തിൽ നിങ്ങളെ കൈക്കൊണ്ടാൽ നിങ്ങൾ അവിടെ ഇരിക്കണം, വീട്ടിന് വീട് പോകരുത്, അവർ തരുന്നത് ഭക്ഷിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെയുള്ള രോഗികളെ അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ കൈക്കൊണ്ടാൽ തരുന്നത് ഭക്ഷിപ്പിൻ, അതിലെ രോഗികളെ സൗഖ്യമാക്കി, ദൈവരാജ്യം നിങ്ങൾക്ക് സമീപമായി വന്നിരിക്കുന്നു, ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു അവരോട് പറയണം. ഇതേ ഉള്ളൂ. അവർ നിങ്ങളെ കൈക്കൊണ്ടാലും കൈക്കൊണ്ടില്ലെങ്കിലും നിങ്ങളുടെ കടപ്പാട് ഒന്നാമത് അവിടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത് അവർ നിങ്ങളെ കൈക്കൊണ്ടെങ്കിൽ അവർ തരുന്നത് ഭക്ഷിച്ച് തിന്നു പാനം ചെയ്ത് അവിടെ തന്നെ താമസിക്കണം. അവിടെ ഇവിടെ നടന്ന് അധികം പറഞ്ഞു നടക്കരുത്. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം മാത്രം നിങ്ങൾ നിറവേറ്റണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞു അവർ നിങ്ങളെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മറ്റുള്ള രോഗികളെ എല്ലാം സൗഖ്യമാക്കണം. അവരോട് പറയണം, നിങ്ങൾക്ക് സമാധാനം. ആ സമാധാന പുത്രൻ അവിടെ വസിക്കും. അത് മാത്രമല്ല അവരോട് പറയണം, ദൈവരാജ്യം സമീപിച്ചിരിക്കണം, മാനവ സത്യം അവരോട് പറയണം എന്ന്. ഇത് പറഞ്ഞിട്ട് അവർ കഴിഞ്ഞപ്പോഴാണ് അവിടെ വരുന്നത്. ഓടി വന്ന് ശുശ്രൂഷൻ യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, കർത്താവേ, ഞങ്ങളെ പോയ സ്ഥലത്തിൽ നീ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു, എന്നാൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വലിയ സന്തോഷമാണ് ഭൂതങ്ങൾ കീഴടങ്ങുന്നത് കണ്ടിട്ട്. പ്രിയമുള്ളവരെ, അവരോട് കൂടെ കർത്താവ് പറഞ്ഞു, നിങ്ങളങ്ങനെ ഭൂതങ്ങൾ കീഴടങ്ങുന്നത് കൊണ്ടോ രോഗങ്ങൾ സൗഖ്യമായത് കൊണ്ടോ സന്തോഷിക്കേണ്ട. എന്നാൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരു കാര്യമുണ്ട്. കാരണം
അത് സാത്താൻ മഹാക്രോധത്തോടുകൂടെ നിങ്ങളുടെ മേൽ ഇറങ്ങുവാനായിട്ട് അവൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ സന്തോഷം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിൽ ഒരു പുസ്തകമുണ്ട്, ജീവപുസ്തകമുണ്ട്, അതിൽ നിന്റെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു. കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, നമുക്കൊന്ന് ചിന്തിക്കണം, നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? നാം നേടുപോലെ വലിയ പ്രാർത്ഥനക്കാരനായിരിക്കാം, ഭൂതങ്ങളെ പുറത്താക്കുന്നവരായിരിക്കാം, ഉപവസിക്കുന്നവരായിരിക്കാം, അനേകം രോഗികളെ സൗഖ്യമാക്കുന്നവരായിരിക്കാം. എന്നാൽ കർത്താവ് വരുമ്പോൾ അവനൊരു ചോദ്യം ചോദിക്കും, നീ എന്റെ ഹിതപ്രകാരമാണോ എന്ന് ഇതെല്ലാം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ നിങ്ങളെ കണ്ടിട്ട് പറയുക, അയ്യോ കർത്താവേ, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ അത് ചെയ്ത് പറയും, നിങ്ങളെ അറിയില്ല എന്ന് പറയാൻ ഇടയാക്കരുത്. കർത്താവ് പറഞ്ഞു, ഒന്നും നീ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നീ മര്യാദയായ വിശ്വാസത്തോട് ജീവിക്കണം. സാക്ഷിയുള്ള ഒരു ജീവിതം ജീവിച്ചാൽ നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കും. ഈ സുവിശേഷത്തിന്റെ സാക്ഷിയായി, ഉണ്മയുള്ള സാക്ഷിയായി നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കും. അതാണ് ഭാഗ്യം എന്ന് കർത്താവോട് പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തി ഞാൻ വായിക്കുമ്പോൾ അത് അറിയുന്നത്, അവിടെ അപ്പൊല്ലോസ് എന്ന് പറയുന്ന ഒരു യൂതനാണ്. അവൻ രക്ഷിക്കപ്പെട്ടു, യേശുവിനെ സ്വീകരിച്ചു. അവൻ പോകുന്ന വഴിയെല്ലാം പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചത്? അവന്റെ സാക്ഷ്യം എന്താണ്? ജീസസ് ഈസ് ക്രൈസ്റ്റ്. യേശുവാണ് ക്രിസ്തു. ജീസസ് ഈസ് ക്രൈസ്റ്റ്, യേശുവാണ് ക്രിസ്തു എന്ന് പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് മാനസാന്തരപ്പെട്ടു. അവൻ പോകുന്ന പ്രസംഗിച്ചു, യേശു ദൈവത്തിനാണെന്ന് ഉറപ്പിച്ച് യഹൂദന്മാരോട് പറഞ്ഞു കൊടുത്തു. യേശുവാണ് ദൈവം എന്ന് അവരോട് പ്രവചിച്ചു. ജീസസ് ഈസ് ക്രൈസ്റ്റ്, യേശുവാണ് ക്രിസ്തു എന്നും അവരോട് പറഞ്ഞു. അവർ തർക്കിച്ച് അവരെ ഉറപ്പിച്ച് അവരെ പറഞ്ഞു കൊടുത്തു. അതാണ് പ്രിയമുള്ളവരെ, ആ ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി നിൽക്കുവാൻ അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നമുക്കറിയാം എന്താണ് പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യം എന്താണ്? യോസേഫിനെ കണ്ടിട്ട് പറഞ്ഞ വാക്കിതാണ്. അവിടെ പറഞ്ഞ ഫറവോൻ യോസേഫിനെ കണ്ടിട്ട് പറഞ്ഞു, ഫറവോൻ തന്റെ വൃദ്ധന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. യോസേഫിനോട് കണ്ടിട്ട് പറഞ്ഞതാണ്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? ഇന്ന് നമ്മുടെ സാക്ഷ്യം എന്താണ്? ദാനിയേൽ പ്രവാചകനെ കണ്ടിട്ട് നെബൂഖദ്നേസർ പറഞ്ഞ വാക്ക് എന്താണ്? ദാനിയേലിനോട് നെബൂഖദ്നേസർ പറഞ്ഞു ഇതാണ്, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുള്ളത് കൊണ്ട് നീ ഇതിന് പ്രാപ്തനാണ്. യോസേഫിനോട് പറഞ്ഞു, ഇവൻ ദൈവാത്മാവുള്ള മനുഷ്യനാണ്. ഇവിടെ പറഞ്ഞു വിശുദ്ധ ദൈവന്മാരുടെ ആത്മാവുള്ളവനാണ്. സാക്ഷ്യം ഇന്ന് നമ്മളെ കണ്ടിട്ട് ആ സാക്ഷ്യം പറയും. ഏത് ആത്മാവാണ് നമുക്കുള്ളത് എന്നുള്ളത് കൂടെ നാം ചിന്തിച്ചു നോക്കണം. സങ്കീർത്തനത്തിൽ പറഞ്ഞത് നമുക്കറിയാം. ആരാണ് ദൈവസന്നിധി? യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വത്തിൽ ആർ വസിക്കും? അതാണ് കാരണം. ആരാണ് വസിക്കുന്നത്? നമ്മുടെ സാക്ഷ്യം എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിഷ്കളങ്കനായി നടന്നു നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും കൂട്ടുകാരന് ദോഷം വരുത്താതെയും അവമാനം വരുത്താതെയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും കൂട്ടുകാരന് ദോഷം വരുത്താതെയും അവമാനം വരുത്താതെയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാതിരിക്കുന്നവൻ. ഇങ്ങനെ ചെയ്യുന്നവനോട് ദൈവമുണ്ട്. അവനാണ് യഹോവ ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കുന്നവർ. പ്രിയമുള്ളവരെ, നമ്മുടെ സാക്ഷ്യം എന്താണ്? ഇന്നത്തെ തിരുവചനങ്ങൾ മാത്രം നാം ചിന്തിച്ചു നോക്കാൻ മതി. നമ്മുടെ വിശ്വാസം ഇത്ര മാത്രമേ. ചെറിയ കൊറോണ വന്നപ്പോൾ ലോകം മുഴുവനും നാം കടന്നുപോയി. എന്നാൽ പലർക്കും പള്ളിയിൽ വന്നാൽ കൊറോണ പിടിക്കുമെന്ന് പേടിയാണ് കുഴപ്പം. ചില സ്ഥലങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ കുറ്റം പറയുന്നില്ല. എന്നാൽ പള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയായി തീർന്നിരിക്കുന്നു. ഇവിടെയാണ് പ്രാർത്ഥിക്കുന്നത്, ഇവിടെയാണ് ദൈവജനമാണ് ഈ ലോകത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ഉപവാസം വരുന്ന പ്രാർത്ഥിക്കുന്നവർ. എന്നാൽ നാം വെറുക്കുന്നതും അവരെയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഭയം. നമ്മുടെ ദൈവജനത്തിന്റെ സാക്ഷ്യം എന്നതാണ്. ശദ്രാഖ് മേശാഖ് എങ്ങനെയാണ് സാക്ഷ്യം പറഞ്ഞത്? അവരുടെ വിശ്വാസം നമുക്ക് മുറുകെ പിടിക്കാം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് സുവിശേഷത്തിന്റെ സാക്ഷ്യം. ഇന്ന് നമുക്ക് ചങ്ങലത്തോടുകൂടെ സുവിശേഷം അറിയിക്കുവാൻ കഴിയുമോ? അല്ല. രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിക്കും കടപ്പാടുണ്ട് സുവിശേഷം അറിയിക്കുക. മൂന്നാമത്തെ പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. നമ്മെ കണ്ടിട്ട് മറ്റുള്ളവർ പറയണം, ഇവർ ദൈവമക്കളാണ്, വിശുദ്ധ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുവാൻ തക്കവണ്ണം നാം ജീവിക്കണം. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുന്നു. നമുക്ക്
ഒരുങ്ങിയിരിക്കാം. കോവിഡ്-19 മഹാരോഗം നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാധനകൾ ഇല്ലാതാക്കുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥനകൾ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, സഭയോടും ദൈവങ്ങളോടുമുള്ള അവിശ്വാസവും ഭക്തിയും നാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന കാലമാണ്. പ്രിയമുള്ളവരെ, ഇതിലൊക്കെ ദൈവം നമ്മെ വിടുവിക്കട്ടെ. നമുക്ക് എന്ത് സംഭവിച്ചാലും ഏത് തന്നെ വന്നാലും ഭയപ്പെടേണ്ട. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ശദ്രക്, മേശക്, ആബേദ്നെഗോയുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് വിളിച്ച ദൈവം നമ്മോട് കൂടെ ഉണ്ട്. യോസേഫിന്റെയും ദാനിയേലിന്റെയും ദൈവം നമ്മുടെ ദൈവം, ദാവീദിന്റെ ദൈവമാണ്. അവരെ പോലെ ജീവനുള്ള സാക്ഷികളായി നിൽക്കുവാൻ എന്നെയും നിങ്ങളെയും ദൈവം ശക്തീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് അപേക്ഷ ചെയ്തു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മായ ദൈവത്തിനും സകല ബഹുമാനം മഹത്വവും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കഷ്ടപ്പെട്ടു, പുരുഷിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചിലും എഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി, സർവ്വശക്തനായ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധന്മാരെന്ന് വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിട്ടതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷപ്പെടുത്താതെ ദുഷ്ടരോട് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യം, ശക്തി, മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നുവല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സകല വിശുദ്ധ ആഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങളിൽ നിന്ന് വരുന്നു. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ടും ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയരായ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണ കൊണ്ട് ഞങ്ങളുടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിനും ഞങ്ങളുടെ ഹൃദയങ്ങളും ശരീരങ്ങളും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പന ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്നും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കോവിഡ്-19 അവസരത്തിൽ നമുക്കിന്ന്
കുറച്ച് പേർക്ക് മാത്രം ചേർന്നാണ് ശുശ്രൂഷ പങ്കെടുക്കുവാൻ സാധിച്ചു. ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വിശേഷാൽ ഇന്ന് റെക്കോർഡിംഗ് ചെയ്ത് നമ്മെ സഹായിക്കുന്ന മേഴ്സിക്കും, അതുപോലെ തന്നെ പാട്ടുകൾ പാടി നമ്മെ സഹായിച്ച ഫയർ മാസ്റ്ററായിരിക്കുന്ന റോയ് സാറിനും കുടുംബാംഗങ്ങൾക്കും കപ്പേറച്ചനും ഇവിടെ ആശ്രയിച്ച എല്ലാവർക്കും ദൈവനാമത്തിൻ്റെ സ്നേഹം അറിയിക്കുന്നു. വാട്സാപ്പിലൂടെ മാധ്യമങ്ങളിലൂടെ ഈ ശുശ്രൂഷകൾ കണ്ട് ആരാധനയിൽ പങ്കെടുക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. ഞങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താമസിയാതെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആരാധനയുള്ള ഭാഗ്യം ദൈവം തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തേക്കുള്ള പിറന്നാൾ സ്തോത്രത്തിന് പേരുകൾ വായിക്കുകയാണ്. ഡെറിൽ ജോർജ് കുട്ടി 30-ാം തീയതി ആയിരുന്നു. 1-ാം തീയതി ജോൺ ജോർജ് പറമ്പിൽ, നിഖിൽ കവലക്കൽ, ലിജോ ജോസ് നക്കോലപ്പാട്ട്, ജയ്സൺ മത്തായി പൊരിയമല, യഹൻ പി ജവാൻ മറ്റത്തിൽ, അനു സാറ റോയി മുക്കുഴിയിൽ, അന്നമ്മ ആലയിൽ, തങ്കമ്മ തോമസ് വട്ടക്കുഴി എന്നിവരാണ് ഈ ആഴ്ചയിൽ പിറന്നാൾ സ്തോത്രം അർപ്പിക്കുന്നവർ. ഇവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പിറന്നാൾ സ്തോത്രം ആഘോഷിക്കുന്ന പ്രിയ മക്കളെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ആയുസ് തന്ന ദൈവത്തിന് ഒരു പ്രാവശ്യം നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ഈ വായിച്ച പ്രിയ മക്കളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ആയുഷിന്റെ ഒരു സംവത്സരം കൂടെ നീ കൂട്ടി തന്നല്ലോ. ജീവിച്ചിരുന്ന് നിന്നെ ആരാധിപ്പാനും സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനും പ്രിയ മക്കൾക്ക് നൽകിയ വലിയ കൃപ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രിയ മക്കൾ പ്രവേശിച്ചിരിക്കുന്ന പുതിയ വർഷത്തിൽ പുതിയ അനുഗ്രഹങ്ങളാൽ നന്മകളാൽ നിന്റെ മക്കളെ നിറയ്ക്കണമേ. അവിടെ പ്രായത്തിനും ആവശ്യത്തിനും ഒത്തുള്ള അനുഗ്രഹങ്ങളും നന്മകളും നിന്റെ മക്കൾക്ക് നീ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ വളർച്ചയിൽ കൂടെ ഇരിക്കണമേ, ഭാവിയിൽ കൂടെ ഇരിക്കണമേ. ഇവിടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. കർത്താവേ, കുടുംബമായി ജീവിക്കുന്ന പ്രിയ മക്കൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുടുംബ ജീവിതങ്ങളെ നീ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം അനുഗ്രഹത്തിന്റെ സംവത്സരമായി തീരണമേ. ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നിന്റെ മക്കൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന നാളെല്ലാം നിന്റെ ഒരു സാക്ഷിയായി ജീവിക്കാൻ ആവശ്യമായ ദൈവകൃപ നിന്റെ മക്കളിൽ പകരണമേ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് മനസ്സറിഞ്ഞ് മുറിവേറ്റ കരങ്ങൾ നീട്ടി നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. സകല നന്മവും നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം പ്രിയ മക്കളോട് ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ പറയട്ടെ. നമ്മുടെ വാട്സാപ്പ്, സഭയുടെ വാട്സാപ്പ് ഔദ്യോഗികമായ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ വേറെ പലരും അതിൽ മെസ്സേജുകൾ ആശംസിച്ചിട്ടുണ്ട്. അഡ്മിൻ്റെ അനുവാദത്തോടുകൂടെ മാത്രം അത് ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ മെയിൻ അഡ്മിനായിരിക്കുന്ന അച്ഛനാണ് എന്നുള്ള അറിയിക്കുന്നു. അച്ഛൻ്റെ അനുവാദത്തോടു കൂടെ വേണം അത് ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു.
ഇന്നൊക്കെ കീർത്തനം 237 പാട്ടുപാടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഒരു കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം നമ്മൾ നടത്തിയ ദൈവത്തിന് നന്ദി പറയാം. കഴിഞ്ഞ ഒരു മാസക്കാലവും അത്ഭുതകരമായി നമ്മളെ കാത്തു സൂക്ഷിച്ചു. ആയുസ്സും ആരോഗ്യം തന്നു, സൗഖ്യം തന്നു നടത്തിയല്ലോ. COVID-19 ആ മഹാമാരി രോഗം വർദ്ധിച്ച് വളർന്ന ഈ സമയത്ത് കണ്ണിൻ്റെ കൃഷ്ണ പോലെ നമ്മളെ കാത്തു സൂക്ഷിച്ചു. പല പ്രയാസങ്ങളുടെ മധ്യയിലാണെങ്കിലും വീട് പോകാൻ നമ്മൾ കാത്ത ദൈവത്തിന് നമുക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയാം. നമ്മെ വ്യക്തികളായി, കുടുംബമായി, സമൂഹമായി, സഭയായി ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഇന്ന് നാം കേട്ട വചനത്തെ ഒന്നുകൂടെ നമുക്ക് നമ്മുടെ മുമ്പിൽ നിർത്താം. നാം വിശ്വാസത്തിൻ്റെ സാക്ഷികളായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ സാക്ഷികളായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലൂടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നാം കേട്ടല്ലോ. ശദ്രാക്, മേശക്, അബേദ്നെഗോവിനെ പോലെ സാക്ഷ്യമുള്ളവരായിരിക്കാൻ ക്രിസ്തു തിരഞ്ഞെടുത്ത് അയച്ച ആ വിശ്വാസവീരന്മാരെ, സുശിഷ്യന്മാരെ പോലെ ദൈവത്തിൻ്റെ മക്കളായി, സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി ജീവിക്കാൻ കൃപ തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ ദാനിയേലിനെ പോലെയും ശദ്രാക്, മേശക്, അബേദ്നെഗോവിനെ പോലെയും യോസേഫിനെ പോലെയും സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുവാൻ, വിശുദ്ധമുള്ള ഒരു ജീവിതം നയിക്കുവാൻ, 15-ാം സംഖ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിലെ വൈദ്യങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. അമ്മയും കുഞ്ഞുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഗർഭിണികളായിരിക്കുന്ന പ്രിയമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെല്ലാം പാലാശം ചെയ്ത് വിടുവിക്കേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓൺലൈനിലൂടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയും
സ്കൂളിലും കോളേജിലും നടക്കുന്ന പുതിയ മക്കളെയും വിധിവാക്കളെയും ദൈവക്കാരങ്ങളിൽ സമർപ്പിക്കാം. ഒരു ജോലിക്ക് വേണ്ടി, നല്ല ഒരു ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. നല്ല കുടുംബജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. PSC പരീക്ഷയിലാണ്ടി ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. അവരെ വീണ്ടും എല്ലാവരെയും ദൈവക്കാരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ആരോഗ്യമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം. ഈ ദിവസങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടവർ അനേകരുണ്ട്. അന്നുള്ള ജോലി പോലും ലഭിക്കാതെ പ്രയാസപ്പെടുന്നു. സാമ്പത്തികമായി ഞെരുക്കപ്പെടുന്നവരുണ്ട്. കൃഷി പണി ചെയ്ത് ചെറിയ ചെറിയ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ചിലർക്കുമാരുടെ ജീവിത മാർഗമെല്ലാം അടഞ്ഞു പോയിരിക്കുന്നു. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളൊക്കെയും എല്ലാം നഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന മക്കളിൽ പലരും രോഗികളായി തീർന്നിരിക്കുന്നു. അവരെല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിലും ബലഹീനമായിരിക്കുന്ന ചെറിയ മക്കളെ നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. അനേക ട്രീറ്റ്മെൻറ്റിലാണ്. COVID-19 സാഹചര്യത്തിൽ ഒന്ന് പുറത്തിറങ്ങുവാനോ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനോ പോലും സാധിക്കാതെ ഭവനങ്ങളിൽ അടഞ്ഞു കിടക്കുന്ന പ്രിയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയ വാർദ്ധക്യത്തിലേക്ക് അപ്പച്ചന്മാരോട് പ്രാർത്ഥിക്കാം. ശാരീരികമായും മാനസികമായും തളർന്ന് ബലഹീനരായിരിക്കുന്ന പ്രിയ മക്കളെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മാരകമായ ക്യാൻസർ രോഗികൾക്ക് അടിയപ്പെട്ട ട്രീറ്റ്മെൻറ്റുകൾക്ക് പലരും നമ്മുടെ സഭയിലുണ്ട്. അവരെ മനഃപൂർവ്വമായി നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹൃദയ രോഗമുള്ള അനേകം നമ്മുടെ മധ്യയിലുണ്ട്. കിഡ്നി ബാധിക്കപ്പെട്ടവരുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്ന പ്രിയ മക്കളുണ്ട്. അവരെ പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഷുഗർ, പ്രഷർ അങ്ങനെയായി ട്രീറ്റ്മെൻറ്റിലും ഹോസ്പിറ്റലുമായിരിക്കുന്ന പലരുമുണ്ട്. അവരെ പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകം നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട പ്രിയ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന ജോൺസസാതെ പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ വേറെ പലരുണ്ട്. അവരെല്ലാവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, നീ അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാറ്റും ഉപരിയായി COVID-19 മഹാരോഗത്താൽ ബന്ധിതരായിരിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും ഓർക്കാം. ക്വാറന്റൈനിലായിരിക്കുന്ന ലക്ഷക്കണക്കിന് മക്കളുണ്ട്. രോഗികളായി തീർന്ന ലക്ഷക്കണക്കിന് മക്കളുണ്ട്. വെന്റിലേറ്ററിലിരിക്കുന്നവരുണ്ട്. ICUവിലിരിക്കുന്നവരുണ്ട്. മരണത്തോട് പോരാടിക്കുന്ന പ്രിയ മക്കളെ നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ അവരെ വിടുവിക്കണമേ, രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്ന ദൈവമാണല്ലോ. ഈ മഹാരോഗത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പോലീസുകാരെയും കാവൽക്കാരെയും ദൈവക്കാരെയും സമർപ്പിക്കാം. ശുദ്ധീകരണ പ്രവർത്തനം ചെയ്യുന്ന മക്കളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ കാക്കുന്ന കാവലാളികളെ, ഭടന്മാരെ ദൈവക്കാരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ രോഗത്തോട് മല്ലടിക്കുന്ന ഓരോ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, സമത തരണമേ, സമാധാനം തരണമേ, വിടുതൽ തരണമേ, സൗഖ്യം തരണമേ. ഈ മഹാരോഗത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും വിടുവിച്ച് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും ഓർക്കാം. വെടിയെടുത്ത് സഹായിക്കുന്ന നേഴ്സി, പാട്ടുപാടി സഹായിക്കുന്ന റോയിസാദി കുടുംബം ഓർത്ത് പ്രാർത്ഥിക്കാം. കപ്പേരച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവിധ ആവശ്യങ്ങളെല്ലാം നമുക്ക് ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കാം. മുഖാന്തരം സകലത്തിലും മതിയാകുന്ന പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ സകല ആവശ്യങ്ങൾ ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ചു, സകല ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. പാവവും രോഗവും മകറ്റിടുമാ രുതിരത്തി നൽകുത ശക്തിയും പാവവും രോഗം മകറ്റിടുമാ രുതിരത്തി നൽകുത ശക്തിയും അറിയുവാനിവിടെ വിശ്വ
ഹൃദയങ്ങൾ തുറക്കേണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പ്രാർത്ഥന കേൾക്കുന്നുണ്ടാകട്ടെ. ഞങ്ങളുടെ സകല ആവശ്യങ്ങളെയും ഭാരങ്ങളെയും തിരുക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പാദം വരെയും നിന്റെ മുറിവേറ്റ കരങ്ങൾ തൊട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. വ്യക്തികളായി, കുടുംബമായി, സമൂഹമായി, സഭയായി കർത്താവെ എല്ലാവരെയും നീ പേര് പോലെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹാടകനെ കാത്തു സൂക്ഷിക്കണമേ. സഭയെ, അതിലെ വിശ്വാസികളെ നീ കാത്തു സൂക്ഷിക്കണമേ. വിവിധമായ രോഗങ്ങൾ ഭാരപ്പെടുന്ന മക്കളെ അവിടെ നിന്ന് വിടുവിക്കണമേ. ഒരു നല്ല സാക്ഷിയുടെ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കോവിഡ്-19 എന്ന മഹാമാരിയാൽ ബാധിതരായിരിക്കുന്ന, രോഗികളായിരിക്കുന്ന, ദുഃഖിതരായിരിക്കുന്ന, വേദന അനുഭവിക്കുന്ന സമൂഹത്തിലെ നിവാസികളെ എല്ലാവരെയും വിടുവിക്കണമേ. അതിനോട് പോരാടുന്ന മക്കൾക്ക് ആരോഗ്യവും സൗഖ്യവും ജ്ഞാനവും വിവേകവും നീ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നശിച്ചു പോകുന്ന ലോകത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷികളായി നിൽക്കുവാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും നീ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലും മനസ്സും ആത്മബലപ്പെടുത്തണമേ. ഞങ്ങളിൽ അനേക രോഗികളാണല്ലോ. ക്യാൻസർ രോഗമുള്ളവർ, ഹൃദയരോഗമുള്ളവർ, കിഡ്നി രോഗമുള്ളവർ, കർത്താവ് ഷുഗർ, പ്രഷർ വന്ന് തളർന്നു കിടക്കുന്ന, ഹോസ്പിറ്റലിലും ഭവനങ്ങളിലും ട്രീറ്റ്മെന്റിലായിരിക്കുന്ന പലരുണ്ട്. കർത്താവ്, അവരെല്ലാവരെയും ശേഷം തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലും ബലഹീനരിക്കുന്ന മക്കളുണ്ട്. കർത്താവെ, അവരെന്റെ കരങ്ങളിൽ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതമാർഗം നഷ്ടപ്പെട്ട് വേദന അനുഭവിക്കുന്ന മക്കളുണ്ട്. കർത്താവ്, സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്ന മക്കളുണ്ട്. കർത്താവ്, അവർ വിട്ടുവിക്കണമെന്ന്, ജീവിക്കാനുള്ള മാർഗം ദൈവം നൽകിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിവിധ ആവശ്യങ്ങളെല്ലാം തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നത് നിന്റെ മുറിവിൽ തിരുക്കരങ്ങളിൽ ഞങ്ങൾ വഹിച്ചു കൊള്ളണമേ. മടങ്ങി വരുന്നവരെയും കാത്തോളം പ്രാർത്ഥിക്കുന്നു. മഹത്വം കിടണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് നമുക്കുണ്ടാകട്ടെ. നമുക്ക് ദൈവം നൽകിയ എല്ലാ നന്മകളെയും നമുക്ക് മനഃപൂർവ്വം ഓർക്കാം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് നമുക്ക് ആയുസ്സും ആരോഗ്യത്തിൽ നന്ദിയുള്ള ഹൃദയങ്ങൾ അത്തോട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പൊതുവുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. സർവശക്തിയുടെ ദൈവമേ, സകല കണ്ണുകളുടെ പിതാവേ, അയോഗ്യരായ അടിയരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്ര നന്മയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിനെ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ പരിമിതച്ചുകൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ചു. ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെ നടുവിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കർമ്മങ്ങളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷ പ്രകാരം നൽകുമെന്ന് വാഗ്ദാനവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാറ്റ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാക്കും വണ്ണം നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിചാരവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സൂക്ഷിച്ചും കാവലും എല്ലായ്പ്പോഴും നമ്മോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.
ഗീതം 432. ഗീതം 432. പങ്കാളികളാകുന്ന ഓരോ മക്കളുടെ പേരും നിന്റെ കൂടെ ഇരിക്കണം. അവരിയ്ക്കുന്ന ആ ഭവനത്തിൽ, പ്രവാസിക്കുന്ന ആ ഭവനത്തിൽ നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ്-19 മഹാമാരി ഞങ്ങളുടെ മധ്യ കടന്നു വരാതെ വന്നു നിരത്താൽ നിന്റെ മക്കളെ എല്ലാവരെയും മുദ്രയിട്ട് കാത്തുകൊള്ളു കർത്താവേ. ഇതാ ഞങ്ങൾ സഭയിൽ നിന്ന് കടന്നു പോകുന്നു. ലോകത്തിലേക്ക്, ഭവനത്തിലേക്ക്, ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞങ്ങളുടെ പോക്കിലും മരത്തിൽ കൂടെ ഇരുന്നു കർത്താവേ. ദുഷ്ടം തൊടാതെ വന്നു, ലോകബന്ധനങ്ങൾ നിങ്ങളെ പിടിക്കാതെ വന്നു രക്തത്താൽ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചയക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടുകൂടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.